ഹലോ, ഞാൻ മദ്രാസിൽ നിന്ന് അടിപൊളിയാ സംസാരിക്കുന്നത്. അടുത്ത നോട്ടീസില് സിനിമാ പിന്നണി ഗായകൻ റാഫേൽ നയിക്കുന്ന ഗാനമേള എന്ന് പ്രത്യേകം വച്ചേക്കണം. ആ, പയ്യന്നൂർ തമ്പാനെയും തൃശൂർ പൂനൻ റഹീമിനെ വിളിച്ച് പറഞ്ഞേക്ക്. കൊട്ടിയം ഷാനുവോ വിളിച്ചോ. ആ, പിന്നെ ട്രിവാൻഡ്രം രാജനെ ഒന്ന് ഡയൽ ചെയ്തേക്ക്. അത് പറ്റില്ല, 25,000 രൂപയിൽ ഒരു പൈസ കുറഞ്ഞാ ഞാൻ പ്രോഗ്രാം തരില്ലെന്ന് പ്രത്യേകം പറഞ്ഞേക്ക്. അതെ, സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. ഇന്ന് രണ്ടാമത്തെ പടത്തിന്റെ റെക്കോർഡിംഗ് കോതണ്ട പണി വെച്ച് നടക്കുക. ഐ എം വെരി ബിസി. ഞാൻ പിന്നെ വിളിച്ചോളാം. ആ, ഹലോ, ഒരു നിമിഷം സാർ. മ്യൂസിക് ഡയറക്ടർ ഗോവിന്ദരാജ സാർ. പാക്കട്ടെ സാർ. സാർ 17th ரெக்கார்டிங் இருக்கு சார், ஏவிஎம் சில. ஒரு நிமிஷம் சார். சார் 18th ஓகே சார், 18th ஃப்ரீ ஃபிக்ஸ் பண்ணுங்க சார். ஓகே சார், தேங்க் யூ சார். பாத்தையா, ஒரு ഡയറി വാങ്ങിനത്. ഒരു ഡയറി വാങ്ങിച്ച എത്ര നന്നായില്ലേ. റാഫേൽ റെഡിയാ? റെഡി. Ready, take. Rolling. 1 1 2 3. എന്ത് പറ്റി റാഫേൽ? സോറി സർ, വൺ മോർ. ഓക്കെ ഓക്കെ. Okay, okay. ഹോസ്പിറ്റലിലെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഞാൻ ഇടപെടാറില്ല. പേയ്മെന്റ്സിന് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള നോംസ് അത് പേഷ്യന്റ് ഫോളോ ചെയ്തേ പറ്റൂ. സാർ, ഒരു 2 ദിവസത്തെ സാവകാശം തരണം. അതിനുള്ളിൽ എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ കാശ്. സോറി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാശ് അല്ലെങ്കിൽ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. വി ഡോണ്ട് മൈൻഡ്. വേണ്ട സാർ, കാശ് ഇന്ന് തന്നെ അടച്ചോളാം. റാഫേലിന്റെ അപ്പച്ചനെ പോയി കാണുക നിവൃത്തിയുള്ളൂ. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ നിന്നാ അതിനെ നേരം കാണൂ. അയ്യേ, കൊച്ചു കുട്ടികളെ പോലെ കണ്ണൊക്കെ നിറച്ച് ഇത്രയ്ക്ക് തൊട്ടാവാടിയാണോ? ഇല്ല, എനിക്കറിയാം. എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കാൻ. എനിക്കിനി പാടാൻ പറ്റില്ല. വളരെ ശരിയാ. ഇപ്പൊ പാടാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോ നട്ടല് ചെറുതായിട്ട് വളയും. അത് കഴിയുമ്പോ ഒരു വാല് മുളയ്ക്കും. തെറ്റെന്റെയാ. നിന്നെ വല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇനി നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാനില്ല. ഞാൻ അവന്റെ അപ്പച്ചനെ വിവരം അറിയിക്കാൻ പോവാ. അപ്പച്ചൻ അറിഞ്ഞാൽ? ഒരു കുഴപ്പമില്ല. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങേര് ഇവിടെ എത്തിയാലേ എനിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റൂ. നമ്മുടെ ഈ സോഫ്റ്റ് ലൈൻ ഒന്നും ഇവന്റെ അടുത്ത് പറ്റില്ല. അങ്ങേരുടെ കുന്നംകുളം ഭാഷയിലുള്ള 10 തെറി കേട്ടാലേ ഇവൻ ശരിയാവും. ഞാൻ മടങ്ങി വരുന്നൊരു കുട്ടി ഇവിടെ കാണുമല്ലോ എന്നെഴുതി എപ്പോഴും ഇവിടെ നിൽക്കണ്ട. അത് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കും. അവസാനം പ്രാന്ത ചികിത്സയ്ക്ക് ഞാൻ ഇവനെ കൊണ്ട് പല സ്ഥലങ്ങളിൽ പ്രണവ സ്വരൂപ വക്രതുണ്ടം പ്രണവ സ്വരൂപ വക്രതുണ്ടം പ്രണവ സ്വരൂപ വക്രതുണ്ടം. ജനാല അടച്ചിട്ടുണ്ട്. ജനാല അടച്ചിട്ടുണ്ട്. തുറന്നിട്ടേറാ ശവി. പാട്ടും കേട്ട് ഒന്ന് ഇറച്ചി വെട്ടാന്ന് വെച്ചാ അതും സമ്മതിക്കില്ല. പിശാചി. അപ്പൊ റാഫേലോ? ഒരു ഒരാഴ്ച കഴിയാതെ അവന് വരാൻ പറ്റില്ല. എന്നിട്ട് അവനെ അവിടെ തനിച്ചാക്കിട്ട് നീ ഇങ്ങോട്ട് പോരിയായി? കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു. ആശുപത്രിയിലൊക്കെ ഇപ്പൊ എന്ത് ചെലവാന്നറിയോ? ആസ്പത്രിയിലാ? അതെ, അവന് തൊണ്ടയിൽ ചെറിയൊരു വേദന. സിറ്റിയിലുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. പേടിക്കാനൊന്നുമില്ല. എപ്പോഴാ കിടത്തിയേ? ഒരാഴ്ചയായി. എന്റെ മോനെ ഒരാഴ്ച ആശുപത്രി കിടത്തി നീ ഇപ്പഴാ വന്ന് പറഞ്ഞേ? എന്റെ മോനെ എന്തുണ്ടാ പറ്റിയേ? പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ കാർലോസ് ചേട്ടാ? ഇവിടെ ഇരിക്കാം. ദാ. ഇതാണ് ഹോസ്പിറ്റൽ. 2ാമത്തെ നില, റൂം നമ്പർ 204. ഞാൻ STD വിളിച്ച് ഒരു ഗാനമേളയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് വരാം. ഓക്കെ? എടോ, തനിക്കെന്താ കണ്ണുണ്ടൂടെ? മനുഷ്യൻ നടക്കണ വഴിക്ക് ചില്ലുകൊണ്ട് വെച്ചിട്ട്
പോക്കത്തിനും പറ. നിങ്ങൾ ആരാ? പേഷ്യന്റ് ആണോ? എന്തോട്ട് പേഷ്യന്റ്? എന്റെ പേര് കാർലോസ് എന്നാണ്. കാലം കാർലോസ് എന്ന് പറഞ്ഞാലേ അറിയൂ. കശാപ്പുകാരനാണ്. ആ പൊട്ടിച്ച ഗ്ലാസിന്റെ പൈസ വേഗം അടച്ചേ. പൈസയോ? പേടിപ്പിക്കാൻ പൈസ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. പൊള്ളാച്ചിന്ന് 100 എരുമേനെ കൊണ്ടുവന്ന് മറിച്ച് വിറ്റിട്ട് ഈ ആശുപത്രി ഞാൻ വിലക്കാൻ വാങ്ങും. കൂടുതൽ സംസാരിക്കണ്ട. ഓഹോ, ഈ പറഞ്ഞത് ചെയ്തിട്ട് വല്ല സർക്കാർ ആശുപത്രിയിലും പൊയ്ക്കോ. സർക്കാർ ആശുപത്രിയിൽ എന്താ മോടെ അമ്മായിയമ്മ കിടപ്പുണ്ടാ? എന്റെ ആരുമില്ല കേട്ടോ. എന്റെ മോൻ റാഫേൽ ഇവിടാണ്. ഏത് റൂമിലാ നിങ്ങളുടെ മകൻ റാഫേൽ കിടക്കുന്നത്? 2ാം നിലയില് 204. നിങ്ങൾക്ക് ആശുപത്രി തെറ്റിക്കാണും. 204 റാഫേൽ അല്ല, ഒരു ജോൺസണാ. ജോൺസണാ? ഹൈ, നിങ്ങളെ കൂടെ അവന്റെ പേരെ മാറ്റിയ റാഫലാണ്. ഈ സിനിമയിലൊക്കെ പാടില്ലേ, മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി, അതൊക്കെ അവൻ പാടിയാണേ. ഞാനവന്റെ അപ്പനെ. സംശയം ആർക്കെങ്കിലും എന്റെ കൂടെ റൂമിലേക്ക് വന്നോളൂ. ഈ സിനിമയിലൊക്കെ പാടാനുള്ള റാഫേൽ എന്റെ മോനെ. വരട്ടെ. എന്താ പച്ച? അപ്പച്ചനെ അടിക്കണ്ട, ആസ്പത്രി വന്ന് കിടക്കാൻ നീ. നിനക്ക് എന്ത് ഊട്ടറാക്കാന്നല്ലേ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല പച്ച, ചെറിയൊരു തൊണ്ടവേദനയേ ഉള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ഒന്നും വരൂല. വരണ വഴിക്ക് കുരിശുമുത്തപ്പൻ ഒരു പൊന്നും കുരിശ് നിന്റെ പേർക്ക് നേർന്നിട്ട് അപ്പച്ചൻ വന്നേക്കണേ. എന്റെ പ്രാർത്ഥന മുത്തപ്പൻ കേൾക്കാണ്ടിരിക്കില്ല. ഇല്ല പച്ച. കശാപ്പുകാരന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. കൂടത്തിന്റെ അടികൊണ്ട് പിടഞ്ഞു മരിക്കുന്ന മിണ്ടാപ്രാണികളുടെ ശാപം ഞാനായിട്ട് ഇപ്പൊ അനുഭവിച്ചു തീർക്കുക. അപ്പച്ചൻ ഇനിയെങ്കിലും അർത്ഥങ്ങളെ കൊല്ലുന്ന പണി അവസാനിപ്പിക്കണം. വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്ന പണിയാണോ മോനെ? അപ്പനപ്പൂപ്പനായിട്ട് ചെയ്യുന്ന തൊഴിലല്ലേ. ഞാനൊരാളായിട്ട് നിർത്തിന്ന് വെച്ച് ഈ നാട്ടിലെ കന്നാലിലൊക്കെ രക്ഷപ്പെടുവോ? എന്നാലും കൊല്ലുന്ന തൊഴിൽ നമുക്ക് വേണ്ട അപ്പച്ച. സിനിമ പിന്നണി ഗായകൻ റാഫേലോ? ഇങ്ങനെ ഒരു VIP നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഇപ്പോഴാണ് അറിയിക്കുന്നത്. ഏതാ റൂം നമ്പർ? ശരി, ഞാൻ കണ്ടോളാം. ഓക്കെ. എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? ആരനെ? അതെ, മനസ്സിലായില്ലേ? ആരാധിക ഗായകനാണെന്നുള്ള വിവരം മൊത്തത്തിൽ പാട്ടാക്കിയില്ലേ? അല്ല, പാട്ടായ സ്ഥിതിക്ക് ഇനി കോളേജ് സ്റ്റുഡൻസിന്റെ ബഹളമായിരിക്കും ഇവിടെ. ഇവര് കോളേജ് സ്റ്റുഡന്റാ? അല്ല, LP സ്കൂളില്ല. കീർത്തനങ്ങളൊക്കെ കേട്ട് കാണും, ഫാനായി മാറിയിരിക്കും. അല്ലേ മുത്തശ്ശി? എന്താണ് ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുന്നത്? എടുക്കാൻ വന്നതാ. ഓ, കാര്യം പറഞ്ഞ അതെ, എന്താ ഇത്? കിമ്പളാണ്, വെച്ചോളൂ. ഏയ്, ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നുണ്ട്. എനിക്ക് കിമ്പളം വേണ്ട. കിമ്പളം വാങ്ങണ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കുമ്പളത്തുകാരൊരു രാവുണ്ണിയുണ്ട്, അവനിന്ന് ലീവാ, വന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ലേശം മറ്റവനെ വാങ്ങാനായിരുന്നേ. മറ്റവനോ? മദ്യോ? കാർന്നവരെ നിങ്ങൾ എന്തൊന്നാണ് വിചാരിച്ചത്? മദ്യപിക്കാൻ ഇത് ബാർ അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ ആണെന്ന് കരുതിയോ? നിങ്ങൾ ഈ പറഞ്ഞത് വേറെ ഏതെങ്കിലും അറ്റൻഡർമാരോ ആയിരുന്നെങ്കിൽ നിങ്ങൾ അപ്പനെ മോനെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തേനെ. നിങ്ങൾക്ക് മര്യാദ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഒരു മാന്യത ഉണ്ട്, അറിയാമോ? കാശെട്. സാധനം വാങ്ങിക്കാനുള്ള കാശെടുക്കാൻ ഏത് വേണം, എത്ര വേണം? 1 പൈന്റ് റം. 1 പൈന്റ് മതി. അപ്പൊ ചേട്ടന് വേണ്ടേ? കന്നാലി, അപ്പൊ നീ കഴിക്കല്ലേ? എങ്കിൽ പിന്നെ പുള്ളു തന്നെ ആയിക്കോട്ടെ. കെട്ടിപ്പിടിച്ച് കണ്ട് കാശെടുക്ക്. എടുക്കാലോ. ഉണ്ട്, തികച്ചുണ്ട്. അത് കൂടുതലോ? 3 സോഡ. 2 എണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല, പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിച്ചോ.
ഫ്ലാസ്കിൽ സോഡ. പിന്നെ ടാങ്കറിൽ കൊണ്ടുപോകണം സോഡ. ഒഴിക്കേ. ആ ബാക്കി പൈസ. പോട്ടെ. കുപ്പി താനെടുത്തോ. നീ എന്തുടേ അളക്കണേ? അങ്ങനെ ഒഴിക്കടാ ഷാവി. കാർന്നോരെ എന്തിനും ഒരു അളവുള്ളത് നല്ലതാ. ഇക്കാലത്ത് സ്നേഹം വരെ അളന്നല്ലേ കൊടുക്കുന്നത്. നീ കൊറിക്കാനൊന്നും വാങ്ങിയിട്ടില്ലേ? വെളിയിൽ നിന്ന് എന്തിനാ വാങ്ങുന്നത്? എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ദേ മൾട്ടി വിറ്റാമിൻ, കാൽഷ്യം സാൻഡോസ്, സൂപ്രാഡൈൻ, ജലൂസിൽ. നീ എന്തുട്ടേ പറയണേ? കപ്പലണ്ടിക്ക് വരാൻ ഗുളിക കഴിക്കേ. ഇതൊക്കെ വിറ്റാമിൻ ആണ്. മദ്യം വിഷമാണെന്നല്ലേ പറയാറ്. മദ്യത്തിന്റെ കൂടെ ഈ വിറ്റാമിൻസും കൂടെ കഴിച്ചാൽ എല്ലാം ബാലൻസ് ആയി, ലിവർ ഓക്കെ. വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിൽസ് മിക്സർ ആയിട്ട് കഴിക്കാം. ഭക്ഷണത്തിന് മുൻപോ പിമ്പോ എങ്ങനെ വേണേലും കഴിക്കാം, പക്ഷേ മാറിപ്പോരുത്. ഒരു ദിവസം വിറ്റാമിൻ ആണെന്ന് കരുതി സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു, 2 ദിവസം ഉറങ്ങിപ്പോയി. കറുതറി കഴിക്കേ. സ്നേഹം. എനിക്ക് ഇതിനോട് സ്നേഹം ഉണ്ട്, അതോടല്ലേ ഇത് വാങ്ങാൻ പറഞ്ഞേ. സ്നേഹം വരുന്നു. എനിക്ക് നേരത്തെ വന്നതാ, നിനക്ക് ഇപ്പോഴല്ലേ സ്നേഹം വന്നത് എന്നോട്? അല്ല, നഴ്സ് സ്നേഹലത വരുന്നെന്ന്. കാർന്നൊരു ഈ മറവിൽ ഒളിച്ചോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയേ. അതൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം. താനെന്താ ഇവിടെ? അതിപ്പോ സ്വല്പം മുമ്പേ അവിടെ നിൽക്കുകയായിരുന്നു. എന്താ സ്നേഹം? സ്നേഹം? സ്നേഹലതയെ സ്നേഹം കൊണ്ട് സ്നേഹം എന്ന് ചെറുതാക്കി. തൽക്കാലം താൻ എന്നെ അങ്ങനെ ചെറുതാക്കണ്ട. താൻ എന്നാ റാഫേലിന്റെ ഫാദറിനെ എംഡി വിളിക്കുന്നു പോയി പറ. അയാൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ. റൂമിൽ പോയി പറയണം. അല്ല, ഞാനിവിടെ ഉണ്ട്. നിങ്ങളെന്താ ഇവിടെ? നേഴ്സമ്മല്ലേ പറഞ്ഞ MD വിളിക്കണമെന്ന്. അതല്ല ചോദിച്ചത്, ഇവിടെ എന്താ കാര്യം? അതെന്നെ പറഞ്ഞ MD വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോഴും വന്നിട്ട് കേട്ടോ നേഴ്സമ്മേ, ഈ കമ്മിറ്റി എന്താ സ്നേഹലത ബോധമില്ല സംസാരിക്കുന്നത്? നുള്ളി കീറി ചോദിക്കണോ? കാരണം MD വിളിക്കുന്ന അങ്ങോട്ട് ചെല്ലാ. വിളിക്കാലോ. ഞാനൊരു പേഷ്യന്റ് അപ്പനാണ്, എന്നെ വിളിക്കാലോ MDക്ക്. ഒന്നാ വഴി വഴി അതന്നെ. സസ്പെൻഷൻ ഉറപ്പായി. വേണ്ട, നിന്നോളാം. ഇരിക്കെ കാർലോസേ. വേണ്ട, എന്തുട്ടാ ഡോക്ടർ ഇത്? അത് ശരിയാവില്ല കേട്ടോ. റാഫേലിന്റെ ഫാദറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിപ്പിച്ചെന്നേ ഉള്ളൂ. എവിടെ താമസിക്കുന്നത്? വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വടക്കാഞ്ചേരി. വേറൊരു വടക്കാഞ്ചേരി ഉണ്ട്, അത് വടക്കഞ്ചേരിയാണ്, ആലത്തൂര്. റാഫേലിനെ കൂടാതെ അവനും ഒരുത്തനേ ഉള്ളൂ, ആണും പെണ്ണുമായിട്ട്. റാഫേലിന്റെ അമ്മ? കുഞ്ഞിന്റെ അമ്മ. ഇവൻ 5 വയസ്സുള്ളപ്പോ അവളാ പോയി. അന്ന് ഞങ്ങളെ കുന്നോളത്തായിരുന്നു. വടക്കാഞ്ചേരിയിൽ എന്റെ അമ്മ വീട്ടുകാരുണ്ടേ. ഞാൻ പണിക്ക് പോകുമ്പോ ഇവിടെ അവനെ എവിടെങ്കിലും ഏൽപ്പിക്കണല്ലോ, അതാ അങ്ങനെ പോയേ. അപ്പൊ ശരിക്കുള്ള സ്വദേശം കുന്നങ്ങളാണ്? അതെ, കുന്നോളത്ത് സെന്റ് ജോർജ് ചർച്ച് അറിയില്ലേ? അതാ ഇടവക. റാഫേലിനെ മാമൂസ മുക്കിയതും അവന്റെ അമ്മനെ അടക്കിയത് അവിടാണേ. നല്ല ശക്തിയുള്ള പുണ്യാളനാണ്, വിളിച്ചാ വിളിപ്പുറത്താണ്. എന്റെ റാഫേലിന് വേണ്ടി അവിടെ ഞാൻ നേർച്ച നടന്നിട്ടുണ്ട്. റാഫേലിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സമാധാനമായിട്ട് പോയിക്കോളൂ. അപ്പൊ കാലസങ്ങടെ കുന്നംകുളം സെന്റ് ജോർജ് ചർച്ച്. കാർലോസ് ഈ ഇടവകക്കാരൻ തന്നെയായിരുന്നു. ഭാര്യ മരിച്ച ശേഷമാണോ ഇവിടുന്ന് പോയതെന്ന് നല്ല ഓർമ്മയില്ല. കാലം കുറെ ആയില്ലേ. അതിനിടയിൽ 4-5 ഇടവകകൾ കറങ്ങി തിരിഞ്ഞാണ് ഞാൻ ഇവിടെ വീണ്ടും എത്തിയത്. പിന്നെ കാർലോസിന്റെയും മോന്റെയും കാര്യം ഓർക്കാൻ പ്രത്യേക കാരണമുണ്ട്. കർത്താവ് ഒരു അത്ഭുതം നിവൃത്തിയാക്കിയത് ആർക്കും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ഒരു കുഞ്ഞിക്കാൽ കാണാതെ വിഷമിച്ചിരുന്ന കാർലോസിന് ദൈവം നേരിട്ടല്ലേ കൊടുത്തത്. പള്ളി സെമിത്തേരിയിൽ ആരോ ഉപേക്ഷിച്ചു പോയ കുഞ്ഞാ റാഫേൽ. ആ ക്രൂരതയ്ക്ക് ദൈവം മാപ്പ് കൊടുക്കട്ടെ. ഇടവകക്കാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു ആ കുഞ്ഞിനെ. കാർലോസ് ആണെങ്കിൽ സ്വന്തം മോനെ പോലെയാ അവനെ വളർത്തിയതും. അല്ല, താങ്കൾ കാർലോസിന്റെ ആരാണെന്നാ പറഞ്ഞത്? എന്റെ ബന്ധം കാർലോസുമായിട്ടല്ല, കാർലോസിന്റെ ദത്തുപുത്രനായ റാഫേലുമായിട്ടാണ്. 20 വർഷം മുമ്പ് എനിക്ക് പറ്റിയൊരു കൈപ്പിഴ. അതാണ് റാഫേൽ.
അമ്മേ, കുറെ നേരമായി ഞാൻ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട്. ഓ, ഒരു വീണ വായന. എല്ലാം കൂടി ചവിട്ടി ഓടിച്ചാൽ പുറത്ത് കളയും. അമ്മ പോയി കിടന്നോളൂ. മതി മതി ഐ, ഇത് കൂടെ അങ്ങോട്ട് കഴിക്കണ കവി. മതി അപ്പച്ച. മരുന്ന് കഴിക്കാനുള്ള ആരോഗ്യം വേണ്ട നിനക്ക്. ശരിക്കും വല്ലത് അകത്തോട്ട് ചെല്ലണം. കഴിക്കണ പന്നി. എങ്ങനെയുണ്ട് ജോൺസൺ? ആ, നല്ല ആഹാരം കഴിക്കണം. ചിക്കൻ സൂപ്പ്, മട്ടൺ സൂപ്പ്, വെജിറ്റബിൾസ്. അവൻ എങ്ങനെ ചിക്കൻ സൂപ്പ് കഴിക്കണേ? പട്ടരൂട്ടിയല്ലേ നമ്പൂരിശൻ മോരി. എന്തിനാ എങ്ങനെയൊക്കെ വിളിക്കുന്നേ? സ്നേഹം കൊണ്ട് വിളിക്കണ കേട്ടോ. എനിക്ക് ഇവനല്ലാണ്ട് വേറെ ആരല്ല ഈ പന്നി. എന്തെങ്കിലും കഴിക്കുമ്പോ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാ. ഡോക്ടർ നമ്പ്യാരോട് വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു, ഉം. പക്ഷേ എനിക്ക് എന്താ അസുഖമെന്ന് ഡോക്ടർ പറയുന്നില്ല. ഈ ചെറുപ്രായത്തിൽ തന്നെ സംഗീത ആചാര്യന്മാർക്ക് പോലും വഴങ്ങാത്ത രാഗങ്ങൾ ഉയർന്ന ഷഡ്ജങ്ങളിൽ ആലപിച്ചതുകൊണ്ട് തൊണ്ടയ്ക്ക് ക്ഷതമേറ്റതായിരിക്കും. എന്തിനാ പേരൊക്കെ മാറ്റി പറഞ്ഞത്? റാഫേൽ നല്ല പേരാണല്ലോ. കേട്ടാ ഡോക്ടർ പറഞ്ഞ കേട്ടാ നീയേ? എന്തുട്ടാ പേരാ മാറ്റിയേ? എടാ, എപ്പോഴും നല്ലത് നേരെ വാ നേരെ പോന്നുള്ള വഴിയാണ്. റാഫേൽ വിഷമിക്കണ്ട കേട്ടോ. നമ്പ്യാര് നല്ല ഡോക്ടറാ. കേട്ടല്ല നീയേ? വായ തുറക്കടാ, തുറക്കടാ ശവി. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എല്ലാം ഒരു കെട്ടുകഥ പോലെ. അല്ല, ഒരു കണക്കിന് ഇതൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതിക്കൂടെ? കുട്ടികളില്ലാത്ത നിങ്ങളുടെ അടുത്തേക്ക് ഈശ്വരൻ അവനെ പറഞ്ഞയച്ചതാണെങ്കിലോ? ഈശ്വരനല്ല, ചെകുത്താൻ അയച്ചത്, എന്റെ ജീവിതം തൊലയ്ക്കാൻ. വർമ്മ, ലുക്ക്, സുബ്ബലക്ഷ്മിയിൽ തനിക്ക് കുട്ടികളില്ലാത്ത സ്ഥിതിക്ക് റാഫേലിനെ സ്വന്തം മകനായിട്ട് കരുതിക്കൂടെ? തന്റെ ചോരയല്ലെങ്കിലും അവനെ സുബ്ബലക്ഷ്മി പ്രസവിച്ചതല്ലേ? അതാണ് കുഴപ്പം. ഏത് നിമിഷം അവളെ റാഫേലിനെ തിരിച്ചറിയുന്നുവോ ആ നിമിഷം ഞാൻ പിടിച്ചെടുക്കിയ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് നഷ്ടപ്പെടും. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണക്കാരൻ ഞാനാണെന്ന് അറിഞ്ഞാൽ പണ്ട് അപകടമരണമാണെന്ന് എടുത്തെളിയാൻ അവന്റെ അച്ഛന്റെ കൊലപാതകത്തിന് പോലും ഞാൻ സമാധാനം പറയേണ്ടി വരും. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് നമ്പ്യാരുടെ സഹായം എനിക്ക് വേണം. മനസ്സിലായില്ല. അസുഖം ഭേദമായി അവൻ ഇവിടെ നിന്ന് പോകരുത്. അതിനു മുമ്പ് യെസ്, അവൻ ജീവനൊഴിക്കാൻ പാടില്ല. ഐ വാണ്ട് ടു കിൽ ദാറ്റ് ബാസ്റ്റർഡ്. സ്റ്റുപ്പിഡ്, വാതിൽ മുട്ടിട്ട് അകത്ത് വന്നൂടെ നിനക്ക്? നമ്പ്യാർ ഡോക്ടറെ കാണാൻ വന്നതാ. 204 പേഷ്യന്റ് റാഫേൽ വേദന കൂടി നിലവിളിക്കുക. അത് പറയാൻ വന്നതാ. അപ്പൊ മുട്ടണോ തട്ടണോ എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല. താൻ പോയിക്കോ, ഡോക്ടർ നോക്കിക്കോളും. ചെല്ല്. എന്താടോ? നല്ല വേദനയുണ്ട്. തൊണ്ടയ്ക്കുള്ളിൽ മുള്ളാണി പെട്ട പോലെ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ അധികം സംസാരിക്കണ്ട. ആ, ഓവറാനല്ലേ? അതെ ഡോക്ടർ. ആ 405 പേഷ്യന്റ് ആംബുലൻസിലും കൊടുത്തോ? ഇല്ല ഡോക്ടർ, ഇത് കഴിഞ്ഞിട്ട്. ഇതുവരെ കൊടുത്തില്ലേ? ഇല്ല ചെല്ല്, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. യൂസ്ലെസ്. ഡോക്ടർ. അതെ, ഞാൻ പറഞ്ഞങ്ങ് ചെയ്താൽ മതി. ചെല്ല്. അരമണിക്കൂറിനുള്ളിൽ എല്ലാ വേദനയും മാറും. അല്ല, സമയം എത്ര ആയിട്ട് എംഡിക്കുള്ള ചായ കൊണ്ടു കൊടുത്തില്ലേ? മുഖത്ത് കണ്ണില്ലേ? ചായ ഒഴിച്ചോണ്ടിരിക്കുകയല്ലേ? രാവിലെ തന്നെ ഒരു സ്റ്റുപ്പിട്ടും ഗെറ്റൗട്ടും കിട്ടി. ഓ, അത് തനിക്ക് നിത്യവും കിട്ടുന്നതല്ലേ? അതെ, ഇത് കൊണ്ടുപോയി MD-യുടെ റൂമിൽ കൊടുത്തില്ലെങ്കിൽ വേറെ ചില ചെറിയ കേൾക്കേണ്ടി വരും. എന്ത് ജന്മവടാ! അയ്യോ, MD-യുടെ ചായ എടുത്ത് കുടിക്കുന്നേ. എന്താ, MD-ക്ക് മാത്രമേ ചായ കുടിക്കാവോ? ഒരു തൊഴിലാളി ചായ കുടിച്ചാൽ എന്താ തൊണ്ടേ കൂടി ഇറങ്ങുകയല്ലേ? ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുന്ന വർഗമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചതല്ലേ? ഞാൻ കുടിച്ച കപ്പി തന്നെ അയാൾ കുടിച്ചാൽ മതി. ആഹാ, എന്നെ ബ്ലഡി ഫുൾ എന്ന് വിളിച്ചതല്ലേ? എന്റെ വിരല് മുക്കിയ ചായ അയാൾ കുടിച്ചാൽ മതി.
പൊള്ളുന്നെങ്കിൽ പൊള്ളട്ടെ, കുഴപ്പമില്ല. മുതലാളിയാണെന്ന് കരുതി ഒരു തൊഴിലാളിയോട് മര്യാദ കടായിട്ട് പെരുമാറുന്നത്. ഒരു തൊഴിലാളിയെ മർദ്ദിച്ചാൽ അറ്റൻഡർ കുടിച്ചതിന്റെ അവശിഷ്ടം ഡയറക്ടർ കുടിക്കേണ്ടി വരും. വലിയ വലിയ മുതലാളിമാരോട് ഞങ്ങൾക്ക് ഇങ്ങനെയല്ലേ പ്രതികാരം ചെയ്യാൻ പറ്റും. അതാ അതിന്റെ തത്വശാസ്ത്രം. ആഹാ. ഓ, വാതിലി മുട്ടില്ല എന്ന് പരാതി വേണ്ട. Yes, come in. സാർ, എന്താ ഇങ്ങനെ? എങ്ങനെ? ഫയലിന്റെ പുറത്താണോ ചായ കൊണ്ടുവരുന്നത്? ആ, ഫയല്, ചായ, ട്രേ. സാധനം 3 എണ്ണമില്ലേ, കൈ 2 എണ്ണമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ട്രേ ഒഴിവാക്കി. Don't repeat this. താങ്ക് യു സാർ. പോടോ. അല്ല, ചായക്ക് മധുരം പാകത്തിനുണ്ടോന്ന്. ഈ ടൈപ്പ് ചായ ഇനിയും വേണോ സാർ? പോടോ. വേണ്ടെങ്കിൽ വേണ്ട. ഇതെന്ത് കിടപ്പായത്? ഡോക്ടേഴ്സ് വല്ലതും പറഞ്ഞോ ഇങ്ങനെ കിടക്കാൻ? ഇതിനേക്കാൾ കാണാൻ രസം തല ഉത്തരം നിൽക്കുന്നതാണ്. പിന്നെ മദ്രാസിലുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും ഞാൻ STD വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു, നീ ഗൾഫ് ട്രിപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി എത്തുന്നു. റാഫേൽ, ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു, ഇനി പേടിക്കാനില്ല. ഡോക്ടർ, ഒരു കാര്യം പറയാനുണ്ട്. കാർലോസ് ഏട്ട പോലീസുകാരെ പിടിച്ചോണ്ടുപോയി. നമ്പ്യാർ ഡോക്ടറുമായിട്ട് വഴിയിൽ വെച്ചൊരു കശവശം ഉണ്ടായി. ചെറിയൊരു ഉന്തിലും തള്ളിലും തുടങ്ങിയതാ, അവസാനം പൊരിഞ്ഞ തല്ലായി മാറി. തൊണ്ട സ്പെഷ്യലിസ്റ്റിന്റെ തൊണ്ട ഇപ്പൊ വീങ്ങി ഒരു മദ്ദളം പോലെ ആയിരിക്കുക. അല്ല, കാർലോസ് ഏട്ട അടിച്ചത് തെറ്റ് തന്നെയാ. പക്ഷെ മരുന്ന് ഡോസ് കൂടിപ്പോയി എന്നൊക്കെ കേൾക്കുമ്പോ അത് അബദ്ധത്തിൽ സംഭവിച്ചാണെങ്കിൽ പോലും എത്രയായാലും ഒരച്ഛനല്ലേ. മാഡം വിളിച്ചു പറഞ്ഞാലേ പോലീസുകാര് കാർലോസ് ഏട്ടനെ വിടൂ. തെറ്റ് പറ്റിയാൽ അത് അംഗീകരിക്കാനുള്ള സന്മനസ്സെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ സ്റ്റുപ്പിഡ് എക്സ്പ്ലനേഷൻസ് നിരത്തിയിട്ട് കാര്യമില്ല. ആ കുട്ടി മരിച്ചു പോയിരുന്നേ നിങ്ങൾ ആരോട് എന്ത് സമാധാനം പറയും? തക്ക സമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഓവറാനാണ് ഞാൻ റാഫേലിന് നൽകിയത്. എന്തോ പെട്ടെന്ന് റിയാക്ഷൻ ആയതാണ്. മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളെ പഠിപ്പിക്കാൻ വരെ ഡിഗ്രി ഉള്ളവളാ ഈ സുബ്ബലക്ഷ്മി. എന്റെ അടുത്ത് നിങ്ങളുടെ അഭ്യാസമൊന്നും വേണ്ട. റാഫേലിന്റെ മുറിയിൽ സ്നേക് മിനത്തിന്റെ ആംബിൾ എങ്ങനെ വന്നു എന്നാ എനിക്ക് അറിയേണ്ടത്. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കാൻ എനിക്കറിയാം. പോലീസ് കസ്റ്റഡിയിലാക്കേണ്ടത് ആ സാധു മനുഷ്യനെയല്ല, നിങ്ങളെയാണ്. അറിയാതെ ആംപ്യൂൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചാൽ പോലെ നമ്പ്യാരെ. വെറുതെ എന്തിനാ ഇങ്ങനെ കൊണ്ട് കളിക്കുന്നത്? ശരിയാണ്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതിന് എന്ത് നടപടി വേണമെങ്കിലും എടുത്തോളൂ. ഇങ്ങനൊരു സംഭവം ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. അബദ്ധമാണെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. നോ, ഇതിനെ അബദ്ധമൊന്നും പറയാൻ പറ്റില്ല. ലക്ഷ്മി പ്ലീസ്, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമ്മൾ തന്നെ ഇതൊരു ഇഷ്യൂക്ക് മാറ്റിയാൽ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ വരെ ബാധിക്കില്ലേ? എന്തിനും ഒരു കോംപ്രമൈസ് ആവശ്യമാണ്. ശരി, കോംപ്രമൈസ് ആകാം. 1, കാർലോസിനെ ഈ നിമിഷം തന്നെ പോലീസ് കസ്റ്റഡിയിൽ നടക്കണം. ഓക്കെ. മറ്റൊന്ന്, ഇനി മുതൽ റാഫേൽ നമ്പ്യാരുടെ പേഷ്യന്റ് അല്ല, എന്റെ പേഷ്യന്റ് ആയിരിക്കും.
ഇടയ്ക്ക് ചെറിയ സെഡേഷൻ ഉണ്ടാകും. അത് സാരമാക്കാനില്ല. ഒരാഴ്ച കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ആ ആരാ? ഞാൻ ഇവിടെ അടുത്ത മുറിയില് തൽക്കാലം വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല. കുട്ടി പുറത്തു പോണം. എവിടെയായിരുന്നു ഇതുവരെ? ഇത്തിരി ചൂടുവെള്ളത്തിന് വേണ്ടി എത്ര നേരമായി അന്വേഷിക്കണു? ചൂടുവെള്ളല്ലേ ഫ്ലാസ്കിലിരിക്കണത്? ഇത്തിരി അങ്ങെടുത്ത് കുടിച്ചാലെന്താ? ദേ കഴിക്കാനുള്ള ഗുളിക ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ആരും അറിയാതെ കഴിക്കുന്ന ലഡു ഇതിനകത്തുണ്ട്. പിന്നെ എന്താ വേണ്ടത്? മനുഷ്യനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല എന്ന് വെച്ചാ വലിയ കഷ്ടം തന്നെയാ. എനിക്ക് ഡൽഹിയിലേക്ക് ഒരു എസ്റ്റിഡി വിളിക്കണം. എന്തിനാ? അച്ഛനെ അമ്മയും വരുത്താനോ? ഇല്ല, വരില്ല. സ്വന്തം മോളെ പോലും കാണാൻ വരുന്നില്ല. പിന്നില്ലേ മുത്തച്ഛനെ. ബിസിനസ് വലിയ തിരക്കാത്രേ. ഇങ്ങനെയുണ്ടോ ഒരു തിരക്ക്? കുട്ടിക്ക് ഇതെന്താ പറ്റിയേ? ഏതോ ബാധ കയറിയ ലക്ഷണമുണ്ട്. ഡോക്ടർ പരിശുദ്ധ മാതാവാ, എന്റെ മോനെ രക്ഷിച്ച മാതാവ്. ഒരിക്കലും മറക്കില്ല കേട്ടോ. നന്ദിയുണ്ട്. എന്റെ കടമയല്ലേ ഞാൻ ചെയ്തത്, എന്റെ ഡ്യൂട്ടി. അതിന് ഇത്രയേറെ നന്ദി പറയേണ്ട കാര്യമുണ്ടോ? അതിരിക്കട്ടെ, പോലീസുകാര് കാർലോസിനെ ഉപദ്രവിച്ചോ? ഉപദ്രവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പോലീസല്ലേ. അതൊന്നും സാരില്ല. എന്റെ മോൻ രക്ഷപ്പെട്ടുല്ലോ. മോന്റെ കാര്യത്തില് ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല. കാർലോസ് സമാധാനായിട്ട് പൊയ്ക്കോളൂ. ഇനി മുതൽ ഡോക്ടറമ്മയാണ് ചികിത്സിക്കാൻ പോണെന്ന് കേട്ടപ്പോ സന്തോഷായി. എന്തായത്? മനസ്സിന്റെ വിഷവും മാറ്റാൻ അല്പം ബ്ലാക്ക് ടീ കഴിക്കുക. സ്നേഹലത റാഫേലിന് ഇഞ്ചെക്ട് ചെയ്യാൻ എടുത്ത മരുന്ന് മാറിപ്പോയെന്നും പറഞ്ഞ് പലരും വഴക്കു പറഞ്ഞപ്പോ സത്യത്തെ വേദനിച്ചത് എന്റെ ഹൃദയമാ. എനിക്ക് മരുന്ന് മാറിയിട്ടില്ലെന്ന് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ പിന്നിൽ ചില കള്ളക്കളികളുണ്ട്. റാഫേലിനെ വകവരുത്താനുള്ള കൊലപാതക ശ്രമമായിരുന്നത്, അല്ലാതെ മരുന്ന് മാറി കുത്തിവെച്ചൊന്നുമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുള്ള ജോലി കളയല്ലേ. ആര് പറഞ്ഞ ആവശ്യമില്ലാത്താണെന്ന്? ഈ വർമ്മ സാറ് ഡോക്ടർ സുബ്ബലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കഥകള് നാട്ടിപ്പാട്ടാണ്. അതിന്റെ പാരഡി ഗാനങ്ങൾ വരെ മണി ഇറക്കിയിട്ടുണ്ട്. എന്റെ കുടുംബം പട്ടിണിയാക്കരുത്, എന്നെ അങ്ങ് വിട്ടേരെ. ചേട്ടാ, അന്യർക്കുള്ള പ്രവേശനമില്ല. സത്യം പറയട്ടാ, ചേട്ടൻ വേദനിക്കുന്ന ഒരു ആത്മാവല്ലേ. ചേട്ടന് വിഷമങ്ങളുണ്ട്, എനിക്ക് വിഷമങ്ങളുണ്ട്. വിഷമങ്ങളൊക്കെ തീർക്കാൻ ഈ ലോകത്ത് ഒരൊറ്റ ഔഷധമേ ഉള്ളൂ. സാധനം ഉണ്ടോ? സാധനം നമുക്ക് ബാറിൽ ചെന്ന് കഴിക്കാം. അവിടെ ആവുമ്പോ തീരുമ്പോ അടിച്ചുകൊണ്ടിരിക്കാമല്ലോ. ഡ്യൂട്ടി സമയത്ത് ഞാൻ മദ്യപിക്കാറില്ല. പിന്നെ ഒരിക്കലാകാം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ മുങ്ങി വരാൻ പൊക്കോ. അയമുട്ടി നല്ലവന. അല്ലെങ്കിൽ ഇക്കാലത്ത് ആര് 2 ഫുൾ ബോട്ടിൽ ചക്കാത്തിന് വേണ്ടി ചേരും? എന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ അവനോടും പറഞ്ഞു, അവൻ്റെതെല്ലാം എന്നോടും പറഞ്ഞു. ഈ മഴ കണ്ടോ? ഈ മഴ ഇടുക്കി പെയ്തിരുന്നെങ്കിൽ പവർ കട്ട് മാറിയാന്. അതെങ്ങനെ മനുഷ്യര് നെറിയേട് കാണിക്കല്ലേ? അപ്പൊ പിന്നെ പ്രകൃതി നെറിയേട് കാണിക്കാണ്ടിരിക്കുവോ? ജൂണിൽ പെയ്യേണ്ട മഴ ജൂലൈ പെയ്യും. ഒന്നും ശരിയല്ല. മൊത്തത്തിൽ ഒരു പൊളിച്ചുപണി അത്യാവശ്യമാണ് ഇവിടെ. എംഡിയോട് പറഞ്ഞാൽ പൊളിച്ചെടുക്കാനുള്ള എല്ലാ ഒത്താശകളും അദ്ദേഹം തന്നെ ചെയ്തു തരും. തന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. വാർഡിൽ എത്തിച്ച ട്രിപ്പ് കൊടുത്തു വിടാം. എന്തായത്? ഈ മാസം ആദ്യം ഉണ്ടായ വീൽ ചെയർ സംഭവത്തിൽ എന്റെ ശമ്പളത്തിൽ പാതി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്നലത്തേതും കൂടി ആയപ്പോൾ അത് മുഴുവനും കട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായി. ഇനി ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്കല്ലാതെ എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മനസ്സിലായി. ഇതെന്റെ രാജിക്കത്താണ്, സ്വീകരിച്ചാലും. അത്രയേ ഉള്ളൂ. നിക്ക, ഇന്നലെ താൻ എന്തൊക്കെ ചെയ്തെന്ന് വല്ല ഓർമ്മയുണ്ടോ? സ്വപ്പം മുമ്പാ കെട്ടിവിട്ടത്. മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞു. ആംബുലൻസിന്റെ ചില്ല് മൊത്തത്തിൽ തകർത്തു. മോർച്ചറി കയറി 2 ശവശരീരങ്ങളെ തെറി വിളിച്ചു. പിന്തിരിപ്പിക്കാമെന്ന വാച്ച്മാന്റെ കർണത്തടിച്ചു. അയാളുടെ ഒരു പല്ല് പോയി. ഓക്സിജൻ സിലിണ്ടർ ആണെന്ന് കരുതി സ്നേഹലതയെ പൊക്കിയെടുത്ത് 104 ഹാജിയാരുടെ മുറി വെച്ചു കൊടുത്തു. പച്ചവെള്ളമാണെന്ന് കരുതി 304 ആസ്മ പേഷ്യന്റിന്റെ വായിലെ സ്പിരിറ്റ് ഒഴിച്ചു കൊടുത്തു. അയാൾ വലിച്ചു കിടക്കുകയാണ്. മതി മതി മതി, ഇനിയുണ്ട് സാർ. ഒന്നും കേൾക്കണ്ട. ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ലക്ക് കെട്ടാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. നാളെ മുതൽ തന്നെ പ്രൊമോഷനോടെ ഫാർമസിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുതലാളി. നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയാ ശമ്പളത്തിൽ നിന്ന് പണം കട്ടിയെന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായോ?
മാസശമ്പളം ഒരു പൈസ പോലും കുറയാതെ ഗോപാലന് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഇത്രയും വലിയൊരു മനസ്സിന്റെ ഉടമയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങ് എന്റെ ദൈവമാണ്, എന്റെ അച്ഛനാണ്. അങ്ങേ ഞാൻ തെറ്റിദ്ധരിച്ചു. സാരമില്ലടോ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അങ്ങൊരു ബൂർഷയാണെന്ന് കരുതി ദിവസവും തന്നുകൊണ്ടിരുന്ന ചായയിൽ ഞാൻ മനഃപൂർവ്വം വിരലുകൊണ്ട് ഇളക്കിയിരുന്നു. എല്ലാ ദിവസവും ഞാൻ കുടിച്ചതിന്റെ മിച്ചമാണ് അങ്ങ് കുടിച്ചുകൊണ്ടിരുന്നത്. എടോ, എന്തിനധികം പറയണം, എന്റെ എച്ചിലാണ് അങ്ങ് കുടിച്ചുകൊണ്ടിരുന്നത്. യു ആർ ഡിസ്മിസ്ഡ്. ഇപ്പോ ത്രോട്ടിന് പെയിൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല. വെരി ഗുഡ്. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? വെറുതെ. കാണണമെങ്കിൽ പോയി കണ്ടോളൂ. അവിടെ എഴുന്നേക്കണ്ട, ഇരുന്നോളൂ. അച്ഛൻ എപ്പോ വന്നു? രാവിലത്തെ ഫ്ലൈറ്റിൽ. മോളെ അവിടെ കണ്ടില്ല. എന്റെ മുത്തച്ഛനാ പറഞ്ഞത് ഈ മുറി കാണുമെന്ന്. ഇപ്പൊ അസുഖം എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഹായ്, ആരാണിത്? മോനറിയില്ലേ? ചിറ്റടുത്തെ മാധവ മുതലാളിയാണ്. മനസ്സിലായി. പൊള്ളാച്ചിന്ന് മൊത്തമായിട്ട് കാളനെ വിലക്ക് വാങ്ങാൻ ആദ്യമായിട്ട് എനിക്ക് പൈസ തന്നത് മൂപ്പരാണ്. മുതലാളി എനിക്ക് മറക്കാൻ പറ്റില്ല. കാളനെ എവിടെ കണ്ടാലേ എനിക്ക് മുതലാളി ഓർമ്മ വരും. അച്ഛനെ മരുന്ന് കഴിക്കണ്ടേ? മോളെ, മുത്തച്ഛനെ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. മുതലാളി ഇങ്ങോട്ട് ഇരിക്കുക. ഇരിക്കാം. കാർലോസ് വരൂ, നമുക്ക് നടന്നിട്ട് വരാം. വരൂ. സങ്കുചിത മനസ്ഥിതിയാണെന്ന് വിചാരിക്കരുത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു അച്ഛനെന്ന നിലയിൽ എന്റെ മകളുടെ ഭാവി നോക്കേണ്ടത് എന്റെ കടമയാണ്. റാഫേലിന്റെ പ്രായം അറിയാലോ. ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് താല്പര്യം തോന്നുന്നത് സാധാരണമാണ്. കാർലോസ്, റാഫേലിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. മാറാരോഗിയായ നിങ്ങളുടെ മുന്നിൽ നിന്ന് എന്റെ മോളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. മുതലാളി എന്താ പറഞ്ഞ? ഇതെന്റെ ഒരു അപേക്ഷയായിട്ട് കണക്കാക്കിയാൽ മതി. ആരണ്ട നീ കന്നാലി? ഈ പെമ്പിള്ളേരെ മുറി കയറുന്ന ഏർപ്പാട് ഇന്നത്തോടെ നിർത്തിക്കോളണോട്ടോ. ഫാനാണത്രേ. തൽക്കാലം ഈ മോളിൽ കിടക്കുന്ന ഫാൻ മാത്രം മതി. കേക്കണുണ്ടോ നീ ഷാവി? എന്താ പച്ചണ്ടായേ? എടാ, ഈ പ്രേമം എന്നൊക്കെ പറയണതേ നിന്നെ പോലെ മാറാരോഗങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതെ അതെ, മുതലാളി പറഞ്ഞു കേട്ടോ. അതിനിപ്പോ നിന്റെ മുഖം എന്തുകൊണ്ടാ പാടണേ? എടാ, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അപ്പച്ചൻ പൊക്കി എടുത്തൊന്ന് കെട്ടിച്ചു തരൂല്ലേ? വിഷമിക്കണ്ട കേട്ടോ, കിടന്നു. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിഞ്ഞൂടാ. കള്ളം. കഥകൾ മുഴുവൻ അറിയാവുന്നത് മുത്തശ്ശിക്ക് മാത്രമാണ്. പക്ഷെ ആ കഥകളിൽ മുത്തശ്ശിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില നിഗൂഢ സത്യങ്ങളുണ്ട്. പ്രശസ്തമായ മുല്ലയ്ക്കൽ തറവാട്ടിലെ ഡോക്ടർ സുബ്ബലക്ഷ്മി അന്യജാതിക്കാരനായ ഒരു ഡോക്ടറുമായി പ്രണയത്തിലായതും അതിനെ തുടർന്ന് ഗർഭിണിയായതും അവരുടെ അച്ഛന്, നിങ്ങളുടെ ഭർത്താവിന്, താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ സുബ്ബലക്ഷ്മിയുടെ മുറച്ചെറുക്കനായ രവിവർമ്മ രംഗത്തെത്തുന്നു. തറവാടിനെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത ഒരു ആക്സിഡന്റിൽ സുബ്ബലക്ഷ്മിയുടെ കാമുകൻ കൊല്ലപ്പെടുന്നു. വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ എത്ര നിർബന്ധിച്ചിട്ടും സുബ്ബലക്ഷ്മി കൂട്ടാക്കിയില്ല. ത്യാഗിയായ മുറച്ചെറുക്കൻ അമ്മാവനുമായി ഒരു രഹസ്യ ധാരണയിലെത്തി. പ്രസവത്തോടെ കുഞ്ഞിനെ ഒഴിവാക്കിയാൽ മുറപ്പെണ്ണിനെയും അവരുടെ ഭാരിച്ച സ്വത്തുക്കളെയും താൻ സ്വീകരിച്ചു കൊള്ളാമെന്ന്. അച്ഛന്റെ സുഹൃത്തിന്റെ അകലെയുള്ള ഹോസ്പിറ്റലിൽ വെച്ച് സുബ്ബലക്ഷ്മി പ്രസവിക്കുന്നു. പ്രസവത്തോടെ കുട്ടി മരിച്ചുവെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അച്ഛന്റെ അന്ത്യാഭിലാഷം കണക്കിലെടുത്ത് അവർ പിന്നീട് തന്റെ മുറച്ചെറുക്കനെ വിവാഹം കഴിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകൻ രോഗിയായി സ്വന്തം ഹോസ്പിറ്റലിൽ തന്നെ എത്തുന്നു. പക്ഷേ ഇതിനിടയിൽ ഒരു കണ്ണിയുണ്ട്. അതാണ് എനിക്ക് അറിയേണ്ടത്. സുബ്ബലക്ഷ്മി പ്രസവിച്ച കുഞ്ഞ് എങ്ങനെ കാർലോസിന്റെ കയ്യിലെത്തി? അത് മുത്തശ്ശിക്കറിയാം.
ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയാണ്. അന്ന് മരുന്ന് മാറി റാഫേൽ മരിക്കാൻ പോയ സംഭവമൊക്കെ മുത്തശ്ശിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് റാഫേലിന്റെ രക്ഷയെ കരുതിയെങ്കിലും എല്ലാം മുത്തശ്ശി എന്നോട് തുറന്നു പറയണം. അല്പം കോംപ്ലിക്കേഷൻ ആയിരുന്നു. ആൺകുഞ്ഞ സുബ്ബലക്ഷ്മിയുടെ ബോധം തെളിഞ്ഞിട്ടില്ല. നന്നായി. അടുത്ത 24 മണിക്കൂർ കഴിയാതെ അവിടെ ബോധം തെളിയരുത്. സുബോധം തെളിയുമ്പോ പ്രസവത്തോടെ മരിച്ച കുഞ്ഞിന്റെ ജഡം മറവ് ചെയ്തെന്നേ പറയാവൂ. കുഞ്ഞിനൊന്നും ചെയ്തെന്ന് പറയണേ ഡോക്ടർ. ൊന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞിനെ കൊണ്ടെന്നെ സമ്മതിക്കില്ല. ഈ കൈകൊണ്ട് ഞെരിച്ചു കൊല്ലാൻ അറിയാൻ പാടില്ല. ബ്രഹ്മഹത്യ വേണ്ടെന്ന് കരുതിയിട്ടാ. ഇവൻ പാതി ബ്രാഹ്മണനാണ്. വേണ്ട, കുഞ്ഞിനെ കൊണ്ടുപോകരുത്. അയ്യോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. അയ്യോ. അറിയാലോ, ആളൊഴിഞ്ഞ സ്ഥലം നോക്കി. എവിടുന്ന് ഒരു കരച്ചിൽ കേട്ടല്ലോ. അവിടെ എന്താ? വാ വാ വാ. സുഖമൊരു ബിന്ദു ദുഃഖമൊരു പെണ്ടുലമാടുന്നേ ഒരു ബിന്ദു. അവൻ എങ്ങോട്ടാ ഓടിയെന്നറിയാം. അവൻ അങ്ങോട്ടാ ഓടിപ്പോയെ. ആ പെട്ടിക്കകത്തോണ്ടാ മനസ്സില്ല. കൊറേ ഇട്ടതാണേ. വേണമെങ്കി ഇവിടെ വന്നെടുത്തോളോ. വെറുതെ അല്ല മരത്തിന്റെ കുരിശുമേ തറച്ചേക്കണേ. ഇരുമ്പിന്റെ കുരിശല്ല തറക്കണ്ടേ. കുരിശുമേ ബാഗും തൂക്കി സ്ഥലം വിടാൻ പോവാ. വർഷം എത്രയെന്നറിയോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? ഒരു കുഞ്ഞിനെ വളർത്തി എമ്മ വരെ പാസ്സാക്കാനുള്ള കാശി പെട്ടിക്കുള്ളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ലേ? ഞാൻ വേറെ പുണ്യാളെ നോക്കാൻ പോവാണ്. എന്തുട്ടത്? കളിയാക്ക? അതിന് വേറെ ആളെ നോക്കണട്ടാ. നന്ദിട്ടാ, തൃപ്തിയായി പോവാന് നോക്കിക്കോളാം. പോട്ടെ പോട്ടെ പോട്ടെ. കുട്ടാ
ഭർത്താവ് കാർലോസിന് തന്ന മുത്താണ് നീയേ. കരയണ്ടട്ടോ. പിന്നീട് അവന്റെ ഓരോ വളർച്ചയും ഞാൻ രഹസ്യമായി ശ്രദ്ധിച്ചിരുന്നു. റാഫേൽ ജീവനോടെ ഇരിക്കുന്ന വിവരം എന്റെ മോൾ അറിഞ്ഞാൽ അവൾ അവനെ വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കും. അതോടെ അവന്റെ ജീവൻ അപകടത്തിലാവും. ഈ കഥകളൊക്കെ പുറത്തറിയുന്നതിന് മുമ്പ് മോൻ അവനെ ഈ ആസ്പത്രിയിൽ നിന്ന് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണം. ഇടിവെട്ട് നടുവെട്ട് വാദം ഉളുക്ക് ഒടിവ് ചതം വെറുംപിത്തം വാട്ടപ്പിത്തം മഞ്ഞപ്പിത്തം കുഷ്ഠം മന്ത് മഹോദരം പുഴുക്കടി വളങ്കടി പനി എലിപ്പനി ഡെങ്കിപ്പനി ചൊറി ചിരങ്ങ് പരു മുണ്ടിനീര് ആണി മുതൽ എയ്ഡ്സ് വരെയുള്ള മാരകമായ രോഗങ്ങൾക്ക് ഫലപ്രദമായ സിദ്ധൌഷധം ഗോപാൽജീസ് അഷ്ടവർഗാദി ഗുൽഗുലു ടോണിക്. ഗോപാൽജീസ് അഷ്ടവർഗാദി ഗുൽഗുലു ടോണിക്. സാധാരണക്കാരനായ ഒരു മനുഷ്യന് പനി വന്നാൽ ഇതുപോലുള്ള ആശുപത്രിയിൽ കയറി ചികിത്സ തുടങ്ങിയാൽ അവന്റെ പനി മലംബൈറ്റിസ് ആണെന്നും മലമ്പനിയാണെന്നും പറഞ്ഞ് 100 കണക്കിന് ടെസ്റ്റുകൾ നടത്തിയ 12,000 രൂപയും 10 സെന്റ് സ്ഥലവും നഷ്ടമാകുന്നു. അവൻ കഷ്ടത്തിലാകുന്നു. മാത്രമല്ല ഭൂലോകവാസം വെടിഞ്ഞ് അവന് പരലോകത്തേക്ക് വിസ കിട്ടുന്നു. പക്ഷേ ഗോപാൽജി അഷ്ടവർഗാദി ഗുൽഗുലു ടോണിക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. 108 പരം ആയുർവേദ മരുന്നുകൾ വാറ്റി നീറ്റി ഊറ്റിയെടുത്ത ഈ സിദ്ധൌഷധം നിങ്ങളുടെ ചോര ഊറ്റി കുടിക്കില്ല, പണം ഊറ്റി കുടിക്കില്ല. മറിച്ച് ആരോഗ്യം പ്രദാനം ചെയ്ത് ജീവിത പന്ഥാവിൽ ഒരു യാകാശത്തെ പോലെ കുതിക്കുവാൻ സഹായിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അത് ആശുപത്രി അല്ല, ബ്ലേഡ് കമ്പനിയാണ്. പോകുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ആധാരവുമായി പോവുക. അങ്ങനെ നമ്മുടെ അഷ്ടവർഗാദി ഗുൽഗുലൂട്ടോ. ഹോസ്പിറ്റലിനെ പറ്റി ഗോപാലിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എന്നോടാ, ഇവിടുത്തെ ജനങ്ങളോടല്ല. ജനങ്ങൾ ഒരു പ്രധാന ഘടകമല്ലേ മാഡം? അവരെ ഒഴിവാക്കിക്കൊണ്ട് ഏത് പ്രസ്ഥാനത്തിനാണ് വിജയിക്കാനാവുക? കച്ചവടം കഴിഞ്ഞിട്ട് എന്നെ വന്നൊന്ന് കാണണം. ശരി, ഇന്ന് തന്നെ ഗുൽഗുലു മതിയാക്കി ഞാൻ മാഡത്തിനെ ഒന്ന് കാണാം. ഓക്കെ സർ, ചായ. ഞാൻ വിരലിട്ടിളക്കാത്ത എച്ചിലാക്കാത്ത നല്ല ഒന്നാന്തരം ചായ. ധൈര്യമായിട്ട് കുടിക്കാം. തന്നെ കോമ്പൗണ്ടിനകത്ത് കണ്ടുപോകുന്നത് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ വരെ ഞാൻ കോമ്പൗണ്ടിന് പുറത്തായിരുന്നു. പക്ഷെ ഇന്ന് റീജോയിൻ ചെയ്തു. ആര് പറഞ്ഞിട്ട്? ഈ ആശുപത്രിയുടെ യഥാർത്ഥ ഉടമസ്ഥ ഡോക്ടർ സുബ്ബലക്ഷ്മി MBBS MD. അവരെ അറിയുമല്ലോ. മൊത്തത്തിൽ ഇവിടെ ഒരു ക്ലീനിങ് ആവശ്യമാണ്. അതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് നിസ്സാര രോഗങ്ങളുമായിട്ട് വരുന്ന രോഗികളെ സ്കാനിംഗ്, ബയോപ്സി, ECG, എക്സ്റേ തുടങ്ങിയ ടെസ്റ്റുകൾക്ക് വിധേയരാക്കണമെങ്കിൽ ഇന്നു മുതൽ എന്റെ അനുവാദം വാങ്ങിയിരിക്കണം. ഇത് ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ ഉത്തരവാണ്. ചുരുക്കി പറഞ്ഞാൽ പാവപ്പെട്ട രോഗികളുടെ കാശ് പിടുങ്ങരുത് എന്നർത്ഥം. ഓക്കെ? ഹോസ്പിറ്റലിൽ എന്റെ സ്ഥാനം എന്താണെന്ന് ഇപ്പൊ എനിക്കറിയണം. MD, മാനേജിംഗ് ഡയറക്ടർ. അല്ലാതെ അതിന് മാൻ ഓഫ് ഡബിൾ എന്നല്ല അർത്ഥം. വെറുതെ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. അച്ഛന്റെ മെമ്മോറിയലായിട്ട് തുടങ്ങിയ ആ സ്ഥാപനം വെറും ഒരു കച്ചവട കേന്ദ്രമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കച്ചവട കേന്ദ്രം? അതെ. അസുഖം മാറിയിട്ടും വൈറ്റമിൻസ് മാത്രം കൊടുത്തു കിടത്തിയിരിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം ഞാൻ പറയണോ? VIP വാർഡിലെ റൂമുകളിൽ നടക്കുന്ന വൃത്തികേടുകൾ ഞാൻ പറയണോ? ഇതൊന്നും MDയുടെ അനുവാദമില്ലാതെ നടക്കില്ലല്ലോ. ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത്? അവിടെ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. എല്ലാം വ്യക്തമായി അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. നമ്പ്യാരെ പോലെ വിവരമില്ലാത്ത ഡോക്ടേഴ്സിനെ ആദ്യം അവിടെ ഒന്ന് പുറത്താക്കണം. തൊണ്ടയ്ക്ക് വെറും ഒരു ഇൻഫെക്ഷനുമായി വന്ന റാഫേലിന് അയാൾ നൽകിയിരുന്നത് ക്യാൻസറിനുള്ള മരുന്നുകളായിരുന്നു. ഒരു നിസ്സാര രോഗവുമായി വന്ന ആ കുട്ടിയോട് എന്ത് ക്രൂരതയാണ് നിങ്ങൾ എല്ലാവരും കൂടി കാണിച്ചത്? നിങ്ങൾക്കറിയോ, എല്ലാരും കൂടി മാറാരോഗിയായി ചിത്രീകരിച്ച റാഫേലിനെ 1-2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാൻ എനിക്ക് കഴിയും. അപ്പൊ ചെയ്ത് ഹോസ്പിറ്റലാ? എനിക്കറിയാനാ, വാതിൽ കുറ്റിയിട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ അടിക്കും. ഇന്ന് നിന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലടാ മോനെ. 2 ദിവസം കഴിഞ്ഞാ ഇവിടുന്ന് പോകാന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? വെള്ളം അടിക്കാൻ ഇതിൽ കൂടുതൽ കാരണം എന്തുവിട്ടടാ? ഇതെന്താ ഇത്? പേവാർഡ് സ്വീറ്റ് സ്റ്റാളാക്കി മാറ്റാണോ? ഇത്രയും ലഡു എവനെ കൊണ്ട് കഴിപ്പിച്ച് ഡിസെൻട്രിയും ഡയബറ്റീസും ഒക്കെ വരുത്തി വെക്കും അല്ലേ? അല്ല, ഇന്നെന്റെ ബർത്ത്ഡേയാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ബർത്ത്ഡേ പ്രസന്റേഷൻ ആയിട്ട് എന്റെ വക ഒരു ഗ്ലാഡ് ന്യൂസ് റാഫേലിന്. രണ്ടുപേരും ഞെട്ടരുത്. ഒരു അവാർഡ്.
ഈ വർഷത്തെ ഏറ്റവും മികച്ച പിന്നണി ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡ് റാഫേലിനാണ്. ആ. അപ്പോഴേ എനിക്ക് ഇന്നത് തീർക്കാണ്ട് പറ്റില്ല. എന്താ അത്? ഒന്നും പറയരുത്, ഞാൻ തീർക്കും. അയ്യോ, ഏറ്റവും മികച്ച പ്ലേബാക്ക് സിംഗറിന്റെ അപ്പൻ ഇങ്ങനെ കള്ളു കുടിച്ച് അലമ്പുണ്ടാക്കരുത്, പത്രക്കാർ ന്യൂസ് ആക്കും. നോക്കി നിൽക്കാണ്ട ലഡു കൊടുത്ത് എല്ലാവർക്കും കൊടുക്കണ കന്നാലി. ദാ വരുന്നു ഈ വർഷത്തെ ഏറ്റവും മികച്ച പിന്നണി ഗായകരുടെ അവാർഡിന്റെയും ജന്മദിനത്തിന്റെയും മധുരം കർത്താവേ. കടന്നു വരുന്നു, ഏറ്റുവാങ്ങുക. എന്താ ഇത്? മികച്ച ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡ് എനിക്കാണ്. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. മാത്രമല്ല ഇന്ന് റാഫേലിന്റെ ജന്മദിനം കൂടിയാണ്, ഏപ്രിൽ 17. കൃത്യം 22 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഏപ്രിൽ 17-നാണ് റാഫേൽ ജനിച്ചു വീണത്, അല്ലേ? ഡോക്ടർ, ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിക്കില്ല. എനിക്കിന്ന് ഉപവാസമാണ്. ഡോക്ടർ കഴിച്ചില്ലെങ്കിൽ റാഫേലിന് വിഷമാവും. ഇതാ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവന്റെ മുഖം വല്ലാണ്ടായി. സ്വന്തം മകൻ തന്നെ തരികയാണെന്ന് കരുതിയാ മതി. ദേ, അമ്മയെ പോലെ കരുതി അങ്ങ് കൊടുത്തോളൂ, അപ്പൊ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയാണല്ലോ. ജീവൻ രക്ഷിച്ച അമ്മ. ഡോക്ടറമ്മേ നിർബന്ധിക്കണ്ട. ഇറ്റ്സ് ഓൾ റൈറ്റ് ഡോക്ടർ. റാഫേൽ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അയ്യോ, വാതിലടിച്ച് പൊളിക്കോ? ഈ മുറിയിലുണ്ടായിരുന്ന ഹേമ. ഹേമയുടെ മുത്തച്ഛനെ കാണാൻ വേണ്ടിയാ ഇവരെ തമ്മിൽ വലിയ അടുപ്പത്തില്ല. ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തല്ലോ, ഇപ്പൊ താഴേക്ക് പോയതേ ഉള്ളൂ. എന്നാലും ഒരു വാക്കുപോലും എന്നോട് പറയാതെ. ഓ, അവന്റെ ഒരു വിഷമം കണ്ടില്ലേ? എടാ, ഡൽഹിയിലല്ല ദുബായി കൊണ്ടുവരുന്നാലും ഹേമയുടെ മനസ്സ് അവർക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. പിന്നെ ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമല്ലേ ഇത്? നിന്റെ കരിയർ ഷേപ്പ് ചെയ്തെടുക്കണം, ആ ചിന്തയായിരിക്കണം എപ്പോഴും മനസ്സിൽ. ലഡു എടുക്കാൻ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന്റെ ചെലവാണല്ലേ? ഇന്നത്തെ പത്രത്തിൽ ഫോട്ടോസ് ആയതുകൊണ്ട് കണ്ടില്ലേ? മികച്ച ഗായകൻ റാഫേൽ. താഴത്തെ കോളത്തിൽ ഒരു സ്പെഷ്യൽ പാരയുണ്ട്. പാരയോ? വാർത്താ പാര. നോക്കിയേ, തൊണ്ടയ്ക്ക് കടുത്ത അസുഖവുമായി ആശുപത്രിയിൽ കഴിയുന്ന റാഫേൽ തുടർന്ന് പാടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സായന്റെ പത്രത്തില് ഒരു ഗായകന്റെ അന്ത്യം എന്ന തലക്കെട്ട് തന്നെ. അസുഖത്തോടെ റാഫേലിന്റെ പഴയ ശബ്ദം നഷ്ടപ്പെട്ടു എന്നാണ് പലരും എഴുതിയിരിക്കുന്നത്. അതായത് വേദനിക്കുന്ന ആത്മാവിന്റെ കണ്ടനാളത്തിൽ ഒരു മതി. ഈ പത്രങ്ങളിൽ പല വാർത്തകളും വരും. ഇന്നലെ ഉണ്ടായിരുന്നു, വിവരം കെട്ട അറ്റൻഡർ രോഗിയുടെ അടിയേറ്റ് മരിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? എന്നാ പൊക്കോ. ലഡു. ഒരാളുടെ വളർച്ച ചിലരിലെങ്കിലും അസൂയ ഉളവാക്കുമല്ലോ. പത്രക്കാരെ എഴുതിയത് കണ്ട് റാഫേൽ വിഷമിക്കൊന്നും വേണ്ട. ഡോക്ടർമ്മ പറഞ്ഞേ, നീ എന്തുകൊണ്ടാ കന്നാലി വിഷമിക്കണേ? ഏതായാലും ഇങ്ങനെ ഒരു വാർത്ത വന്ന സ്ഥിതിക്ക് റാഫേലിന് പഴയതിലും ഭംഗിയായി പാടാൻ കഴിയുമെന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. ഇവിടുന്ന് ഡിസ്ചാർജ് ആകുന്ന അന്ന് തന്നെ ഞാൻ റാഫേലിന്റെ ഒരു കച്ചേരി അറേഞ്ച് ചെയ്യാൻ പോവാ. അത് നല്ല ഐഡിയ ആണ്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കച്ചേരി സ്ഥലത്തേക്ക്. നാളെ ഒരു രാത്രി കൂടി മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ. അതിനു മുമ്പ് താൻ എന്തെങ്കിലും ചെയ്തേ ഒക്കൂ. എനിക്ക് മനസ്സിലാകാനിട്ട് ചോദിക്കുക, ഞാൻ ആരാ? തന്റെ ഹോസ്പിറ്റലിലെ ഡോക്ടറോ അതോ വാടക കൊലയാളിയോ? വേണ്ടാത്ത പുലിവാലൊന്നും പിടിക്കാൻ എനിക്ക് വയ്യ. താൻ എന്താ വലിയ മായനാകാൻ ശ്രമിക്കുകയാണോ? താൻ പറഞ്ഞതനുസരിച്ച് ഞാനൊരു അറ്റംപ്റ്റ് നടത്തിയതല്ലേ, ഇനി ഞാൻ എന്ത് ചെയ്യാനാ? താൻ അതങ്ങ് വിട്ടുകളാ. വിടില്ല ഞാൻ. എനിക്ക് തടസ്സമാവുന്ന ഒന്നിനെയും ഞാൻ വിടില്ല. വെറും MBBS ആയ തന്റെ FRCS ലണ്ടൻ സർട്ടിഫിക്കറ്റ് കണ്ണുമടച്ച് വിശ്വസിച്ച് ഭാരിച്ച ശമ്പളവും തന്ന് അവിടെ പ്രദർശിച്ചിരിക്കുന്നതേ ഞാൻ പറയുന്നത് കൂടി അനുസരിക്കാൻ വേണ്ടിയാ. വ്യാജ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ തന്നെ അകത്താക്കണമെങ്കിൽ ഒന്ന് ഫോൺ കറക്കേണ്ട ആയാസം മാത്രമേ എനിക്കുള്ളൂ. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വർമ്മ തന്നെ പറയും. ഏതായാലും അധികം തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നാളെ ഞാൻ അയക്കുന്ന ഒരു പേഷ്യന്റ് തന്റെ അടുത്ത് വരും. അവനെ റാഫേലിന്റെ റൂമിനടുത്ത് തന്നെ അഡ്മിറ്റ് ചെയ്യണം. Yes, come in.
വർമ്മ സാറ് പറഞ്ഞയച്ച പേഷ്യന്റാ. അഡ്മിറ്റ് 212. ഓക്കെ ഡോക്ടർ. ഇതാണ് മുറി. നിങ്ങൾ പോയിക്കോ, ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, ശരി. കാർലോസ് ചേട്ടനെ സുബ്ബലക്ഷ്മി മാഡം വിളിക്കുന്നു. അയ്യോ, ചേട്ടൻ വീട്ടിൽ പോയിരിക്കാണല്ലോ. എന്നാ അയമുട്ടി ചെല്ല്, എന്തോ അത്യാവശ്യ കാര്യത്തിനാ. സിസ്റ്റേഴ്സ്, സുബ്ബലക്ഷ്മി മാഡം മാഡം മുറിയിലില്ല. അവര് മുറിയിൽ തന്നെ ഉണ്ടാവണോ? നിങ്ങൾക്ക് എന്താ നിർബന്ധം? അതുകൊണ്ടല്ല, മാഡത്തിന് കാർലോസ് ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അവൻ വീട്ടിൽ പോയിട്ട് മണിക്കൂർ 2 കാർലോസിനെ ഗീർലോസിനെ ഒക്കെ വീട്ടിൽ ചെന്ന് കാണാൻ പറ. സാർവത്ര സംശയം അയ്യാക്ക്. പറയടാ, ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? പറയാൻ. ഇവിടുത്തെ വർമ്മ സാറ്. അത് ഞാൻ കച്ചേരിക്ക് പുറപ്പെടില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോനെ. 7 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞ് നോട്ടീസ് പഠിച്ച് പരസ്യം ചെയ്ത് കമ്മിറ്റിക്കാർ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് നേരെ എത്രയെന്ന് അറിയോ? വാ മോനെ. അത് ശരിയാവില്ല അപ്പച്ച. കച്ചേരി നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തത് അയ്മുട്ടിക്കല്ലേ? ഇക്കയില്ലാതെ എടങ്ങേറായല്ലോ. ഡോക്ടർമ്മ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേ. റാഫേൽ വിഷമിക്കണ്ട, അയാളെ വിട്ടയക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. മതിയല്ലോ.
എന്നിട്ടും മുഖത്തൊരു തെളിച്ചില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ പൊയ്ക്കോ. ആയിമൂട്ടിനെ കൂട്ടി ഞാൻ പ്രോഗ്രാസത്ത് എത്തിക്കൊള്ളാം. ആ ചെല്ലു റാഫേൽ, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ഐമുട്ടി അവിടെ ഉണ്ടാവും. ഡോക്ടർമാ, വെക്കോളൂ വെക്കോളൂ. മാഡം, ഹോസ്പിറ്റലിൽ അടിയും പിടിയും നടത്തി ഇത്രയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ മറ്റു പേഷ്യൻസിന്റെ മുറി കയറി മോഷണം വരെ നടത്താറുണ്ടെന്നാ വർമ്മ സാർ പറഞ്ഞത്. ആ ഏതായാലും ഒരു തവണത്തേക്ക് അയാളോട് അല്പം ദയ കാണിച്ചേക്ക്. അല്ല മാഡം, ഒരു കാരണവശാലും അയാളെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് വർമ്മ സാർ ഞങ്ങളോട്. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ മൈ വേർഡ് ഈസ് ഫൈനൽ. എനിക്ക് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. അയാളെ ഉടനെ നിങ്ങൾ വിട്ടയച്ചിരിക്കണം. ഓക്കെ മാഡം. മതിയടോ, അവനെ വിട്ടേക്ക്. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ, സമാധാനായി. ഇപ്പോഴെങ്കിലും വിളിച്ചു പറയാൻ തോന്നിയതിന് നന്ദിയുണ്ട്. അല്പക്കൂടി വൈകിരുന്നെങ്കിൽ പോലീസിനോട് സത്യങ്ങളെല്ലാം പറയേണ്ടി വന്നേനെ. എനിക്ക് തല്ലുകുറെ കൊള്ളേണ്ടി വന്നെങ്കിലും ഡോക്ടറുടെ ഭർത്താവിന്റെ ഇമേജിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. നീ എന്തുട്ടാ ഈ ഡോക്ടറിനോട് പറമേ? ആശുപത്രിയിൽ കുഴപ്പമുണ്ടാക്കിയാ പോലീസ് പിടിക്കും. എന്നെ പിടിച്ചറിയില്ല നിനക്ക്. ഞാൻ നേരിട്ടത് മറ്റാരെയല്ല, റാഫേലിനെ വകവരുത്താൻ വന്നവനെയാണ്. അവനെ ഇങ്ങോട്ട് അയച്ചത് റെസ്പെക്ടഡ് മാഡം ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ ഭർത്താവാണ്. അനാവശ്യം പറയരുത്. ഡോക്ടർക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണും, പക്ഷെ സത്യം അതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അത് അറിഞ്ഞേ തീരൂ. പ്രസവിച്ചുവെങ്കിലും സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ പോയൊരമ്മ, ദൈവം കൊടുത്ത നിധി പോലെ നാളിതുവരെ അവനെ കാത്തു സൂക്ഷിച്ച ഒരു വളർത്തച്ഛൻ, അവരുടെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. വർമ്മ സാർ കച്ചേരി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. രണ്ടും കൽപ്പിച്ചാണ് പോയിരിക്കുന്നത്. റാഫേലിന്റെ കാര്യം അനാദിഗായകൻ പാടുന്നു. അനാദിഗായകൻ പാടുന്നു. അറിവിൻ മുറിവുള്ള മാനസത്തിൽ അമ്പലനടയിലെ ആലിലയിൽ അനാദിഗായകൻ പാടുന്നു. അറിവിൻ മുറിവുള്ള മാനസത്തിൽ അമ്പലനടയിലെ ആലിലയിൽ അനാദിഗായകൻ പാടുന്നു. ഗായകർ ഞങ്ങൾ സ്വരമാ
മാല കോർത്തു സരിഗരി സരി സനി പനി സരി ഗമ പദ പദ നിധ പദ പമ ഗമ പദ നി സരിഗ രീരി നീ നി സാ സരി രി സരി സനി സാ സദാ ധനി നി സാ സനി സനി ദ പപദ ധനി നി സ മമ പപദ ധനി നി ഗ മമ പപദ ധരി രി ഗ മമ പപ സരി ഗമ രി ഗമ പ ഗമ പദ മപദ നി പദ നി സ ധനി സരി ഗ പവന ചലന പദ പദന ലഹരി തൻ പരമ പരിണതിയിലൂടെ കഥന മകളും ഒരു ലയ സരാഗ നദി കവിത മൊഴിയും അഴകോടെ നൃത്ത സിന്ധു പരിതപ്ത വീതിയുടെ നൃത്ത ബന്ധുരതയോടെ കാർലോസ് എന്റെ അപ്പച്ചൻ എന്താ ഇവിടെ നിർത്തിയത്? കാർലോസ് ചേട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞില്ല. അതിനു മുമ്പ് എല്ലാവരും ചേർന്ന് എനിക്ക് വേണ്ടി ഒരു കട ഉദ്ഘാടനം ചെയ്തു തരണം. ദാ ഇതാണ് കട. ഞാൻ കശാപ്പ് നിർത്തിട്ടോ. എന്റെ മോൻ ഇഷ്ടമില്ലാത്ത ഒന്നും അപ്പച്ചി ഇനി ചെയ്യൂല.